കേരളത്തിലെ ആരോഗ്യ മേഖലയെ താറുമാറാക്കിയ മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശവപ്പെട്ടി ഏന്തിക്കൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനത്തിനും പ്രതിഷേധ യോഗത്തിനും ശേഷം മന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ചു. യോഗത്തിന് മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം പി കൃഷ്ണനുണ്ണി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈൻ നെടിയിരിപ്പിൽ ആമുഖ പ്രഭാഷണം നടത്തി. ടി ജി രതീഷ്, രശ്മി ഷിജോ, ജില്ലാ സെക്രട്ടറിമാരായ ഇ പി ഹരീഷ്, ഇ പി ജാൻസി, മണ്ഡലം ഭാരവാഹികളായ നിഷ പ്രവീൺ, ലാൽ ഊണുങ്ങൽ, എൻ എസ് ഉണ്ണിമോൻ, കെ ആർ മോഹനൻ, സുനിൽ ദത്ത്, ഗോകുൽ കരിപ്പള്ളി, അരുണാഗിരി എന്നിവർ നേതൃത്വം നൽകി. 1857-നും 1936-നും ഇടയിലാണ് കേരളത്തിൽ നടന്ന നവോത്ഥാന സമരങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നിട്ട് നിന്നുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്, വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ തന്നെ ഈ കേരളത്തിന്റെ ആരോഗ്യ മേഖല അത് മുന്നിലായിരുന്നു. നമുക്കറിയാം, രാജാക്കന്മാരുടെ ഭരണകാലത്ത്, ചിത്രി തിരുനാളിന്റെ ഒക്കെ ഭരണകാലത്ത് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള അതിശക്തമായ ഒരു ആരോഗ്യ രംഗം ഈ കേരളത്തിലുണ്ടായിരുന്നു. 1957 ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നു എന്ന് ഊറ്റം കൊള്ളുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അധികാരത്തിൽ വന്നു. പക്ഷേ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഉപ്പുവെച്ച കലം പോലെയായി മാറിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ കേരളത്തിലെ ജനങ്ങൾ അവരുടെ ദുർനടപടികൾ, അവരുടെ തെറ്റായ പ്രചരണങ്ങൾ അത് തിരിച്ചറിഞ്ഞതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ കേരളത്തിന്റെ ഒരു കൊച്ചുമൂലയിലേക്ക്, ഇന്ത്യ രാജ്യത്തിന്റെ കൊച്ചുമൂലയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നത്.